ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അലാംഗീർ ഹാഷ്മി എഴുതിയിട്ടുള്ള സോ വാട്ട് ഇഫ് ഐ ലിവ് ഇൻ എ ഹൗസ് മെയ്ഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന പോമാണ്. നമ്മൾ ഹാഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പാകിസ്ഥാൻ ഒറിജിനുള്ള ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഫസറാണ്. ഇതുകൂടാതെ തന്നെ മറ്റനേകം മേഖലയിലും ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇദ്ദേഹം ഒരു ബ്രോഡ്കാസ്റ്ററാണ്, ട്രാൻസ്ലേറ്ററാണ്, മ്യൂസീഷ്യനാണ്, എഡിറ്ററാണ്. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ അദ്ദേഹം ഒരു ട്രാൻസ് കൾച്ചറൽ പോയിറ്റാണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് സ്റ്റൈല് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റിയുടെ ഒരു ട്രൂ റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഉണ്ടാവുക. അദ്ദേഹം ഹ്യൂമർ അല്ലെങ്കിൽ സെറ്റയർ യൂസ് ചെയ്തിട്ടാണ് മോഡേൺ ലൈഫിനെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറ്. ഇത്രയാണ് നമുക്ക് അലാംഗീർ ഹാഷ്മിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പോയത്തിലേക്ക് കടക്കുകയാണ്. സോ വാട്ട് ഇഫ് ഐ ലിവ് ഇൻ എ ഹൗസ് മെയ്ഡ് ബൈ ഇഡിയറ്റ്സ്. നമ്മുടെ പോയിറ്റ് ഇവിടെ ഒരു റെട്രിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിലും അതേപോലെ തന്നെ ഫേസ്റ്റ് ലൈനും സെയിം ആണ്. ഇനി നമ്മൾ ഈ ഒരു ഹൗസ് എന്ന് പറയുന്ന വേർഡ് ഡിഫൈൻ ചെയ്യാം. ഹൗസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഹൗസ് എന്ന് പറയാം. അതൊരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഹൗസും ഹോമും തമ്മിലൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൗസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ഹോം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ പ്ലേസ് വെയർ ഹ്യൂമൻ ബീങ്സ് ഇൻട്രാക്ട്. ഹോം എന്ന് പറയുന്ന സമയത്ത് അവിടെ ലവ് ഉണ്ട്, ഒരു ടുഗെദർനെസ് ഉണ്ട്, ഒരു കെയർ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ് നമുക്ക് തരുന്ന സ്ഥലമാണ് നമ്മൾ ഹോം എന്ന് വിളിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ പോയിറ്റ് ഇവിടെ ഹൗസ് എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോയിറ്റ് ജീവിക്കുന്ന ആ ഒരു കൺട്രിയെ അല്ലെങ്കിൽ ആ ഒരു നേഷനെയാണ് ഹൗസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പോയിറ്റ് പറയാൻ ഈ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡിയറ്റ്സ് ആണ്. ഇവിടെ ഇഡിയറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ്. നമുക്കറിയാം ഏതൊരു രാജ്യവും ഉണ്ടായി വരുന്നതിന് പിന്നിലുള്ള മേജർ ആൾക്കാരെന്ന് പറയുന്നത് അവിടെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. സോ പോയിറ്റ് പറയാണ് പോയിറ്റ് ഈ ജീവിക്കുന്ന രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡിയറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പോയിറ്റ് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന പോയിറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഈ ഒരു ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയിറ്റിൻ്റെ ഒരു ഭയം. അതായത് പോയിറ്റ് ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹി ഈസ് നോട്ട് സേഫ് ഇൻ ഹിസ് കൺട്രി. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് സേഫ് അല്ല എന്നാണ് പോയിറ്റ് ഈ ഒരു റെട്രിക്കൽ ക്വസ്റ്റ്യനിലൂടെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. In the last one, holes were filled with toothpaste, was so airtight, breathing became a task. ഇവിടെ in the last one കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിറ്റ് ഇതിനെ മുന്നേ ജീവിച്ചിരുന്ന വീട്, അതാണ് ഇവിടെ പറയുന്നത്. അവിടെ ഉള്ള അവസ്ഥ എന്താണ്, അവിടെയുള്ള ഓരോ ഹോൾസും ടൂത്ത് പേസ്റ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും എയർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. നമുക്ക് ഉള്ളോട്ട് ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടാനോ സാധിക്കുന്നില്ല. അത്രയും നേച്ചുറലായിട്ടുള്ള ആ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് പോലും ആ ഒരു വീട്ടിൽ നടക്കുന്നില്ല എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സഫോക്കേഷനാണ് ഈ ഒരു ലൈൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ്സ് ബോംബ് ഷെൽട്ടേഴ്സ് വെ എക്സലൻറ്റ് ആൻഡ് മെയ്ഡ് യു ഫീൽ റെഡി. ഇവിടെ നമുക്ക് വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടുന്നത്, ബോംബ് ഷെൽട്ടേഴ്സ്. നമുക്കറിയാം ഈ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ക്യാമ്പ്സ് ഉണ്ടാവും, ആൾക്കാരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പ്സ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ബോംബ് ഷെൽട്ടേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുക പേടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്ക് സംഭവിക്കാം അല്ലെങ്കിൽ ഒരു വോർ സംഭവിക്കാം എന്നുള്ള പേടിയോടെയാണ് അവിടെയുള്ള ആൾക്കാർ കഴിയുന്നത്. ആ ഒരു ഇമേജാണ് നമുക്ക് ഈ ഒരു ലൈൻസിൽ കിട്ടുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ പോയിറ്റ് രണ്ട് പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എക്സലൻറ്റും അതേപോലെ തന്നെ ഫീൽ റെഡി. ഇവിടെ ഈ ഒരു പോസിറ്റീവ് വേർഡ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിറ്റ് ഇവിടെ ഈ രണ്ട് പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. This has the walls wet from tears it causes and sloughs every 3 months. പോയിട്ട് പറയാണ് ഈ ഒരു വീടിൻ്റെ വാൾസ് എല്ലാം തന്നെ നനഞ്ഞു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നനഞ്ഞത്, അവിടെയുള്ള ആൾക്കാരുടെ കണ്ണുനീര് കൊണ്ടാണ് ആ ഒരു വാൾസ് എല്ലാം നനഞ്ഞിരിക്കുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് സ്ലവ്സ് എവറി 3 months. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തോ ഒരു ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. 3 മാസം കൂടുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ ചേഞ്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മേ ബി എന്തായിരിക്കും അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനെ ആയിരിക്കും ഉദ്ദേശിക്കുക. 3 months കൂടുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനെയാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫ്ലോർസ് ആർ ദ ബെസ്റ്റ് തിങ് ഇൻ ഇറ്റ്, ഗെറ്റ് ക്ലീൻഡ് ഫോർ ദ മൺസൂൺ മൈറ്റ് ബ്ലോ ഓഫ് ദ റൂഫ്, യെറ്റ് ക്യാൻ യു ഇമാജിൻ എ ഹൗസ് വിതൗട്ട് എ ഫ്ലോർ.
ഈ ഒരു വരിയിൽ നമുക്ക് മൺസൂൺ സീസണിൻ്റെ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. പോയിട്ട് പറയാണ് ഈ മൺസൂൺ റെയിൻ്റെ സമയത്ത് അവിടെയുള്ള മൺസൂൺ ഉള്ള സമയത്ത് നമുക്കറിയാം നല്ല കാറ്റും മഴയൊക്കെ ആയിരിക്കും. സോ ആ ഒരു സമയത്ത് അവിടെയുള്ള വീടുകളുടെയൊക്കെ റൂഫ് പറന്നു പോയിട്ട് അവിടെയുള്ള ഫ്ലോർസൊക്കെ തന്നെ ഈ ഒരു റെയിൻ വാട്ടർ കാരണം എന്താ പറയുക ക്ലീൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം പോയിട്ട് വീണ്ടും ഒരു റെട്രിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. യെറ്റ് ക്യാൻ യു ഇമാജിൻ എ ഹൗസ് വിത്തൗട്ട് എ ഫ്ലോർ? പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഫ്ലോർ ഇല്ലാത്തൊരു ഹൗസിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. ഒരു വീടെന്ന് പറയുന്ന സമയത്ത് തറ കെട്ടിയതിന് ശേഷമാണ് അതിൻ്റെ മേലോട്ട് എടുക്കാറുള്ളത്. അതായത് അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് തറയാണ്. സോ ഫ്ലോർ ഇല്ലാത്തൊരു വീട് നമുക്കൊരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയിറ്റിൻ്റെ രാജ്യം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം ബേസ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പോയിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോയിറ്റിൻ്റെ കൺട്രിക്ക് എന്താണ് ഒരു ബേസുമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ലാതെയാണ്. അതായത് അവിടെയുള്ള ആ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിന്, ആ ഒരു കൺട്രിയുടെ ആ ഒരു ഗവൺമെൻറ്റിനെ ഇവിടെ നമ്മുടെ പോയിറ്റ് ക്രിട്ടിസൈസ് ചെയ്യാണ്. The lawn now has a few flowers to its credit, but the grass keeps debiting. ലോൺ എന്ന് പറയുന്ന സമയത്ത് പുൽത്തകിടികൾ, അവിടെ എന്താണ് വളരെ ചുരുങ്ങിയ അളവിലാണ് ഇപ്പോൾ പൂക്കൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫ്യൂ ഫ്ലവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തുള്ള നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ് പോയിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം പൊളിറ്റീഷ്യൻസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷെ പോയിറ്റ് പറയാണ് ഇപ്പം ആ ആൾക്കാരെയും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The municipal waters give it further lease and the insects introduce you minute by minute to a part of yourself. ഇവിടെ നമുക്ക് പോയിറ്റ് തരുന്നത് വളരെ ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ളൊരു ഇമേജാണ്. പൊല്യൂട്ടഡ് വാട്ടർ, മുനിസിപ്പൽ വാട്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ, നമുക്കറിയാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് വന്ന് മുട്ടയിട്ടിട്ട് അത് വിരിയുന്നതും ഒരുപാട് കൊതുകൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ ഒരുപാട് പ്രാണികൾ അങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറിൽ പോയി മുട്ടയിട്ടിട്ട് ബ്രീഡിങ് നടത്തുന്നുണ്ട്. പോയിട്ട് പറയാണ് ഈ മുനിസിപ്പൽ വാട്ടേഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻസെക്ട്സ് ആണ് അവിടെയുള്ള ആൾക്കാർക്ക് ജീവനുണ്ടെന്ന് പോലും അവരെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം ഇത്തരത്തിൽ വാർ നടക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അറ്റാക്ക് നടക്കുന്ന സ്ഥലത്തെ ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്, അവർ ശരിക്കും ജീവൻ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ജീവൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ അഴുക്കുചാലിൽ നിന്നും വരുന്ന ആ ഒരു ഇൻസെക്ട്സ് വന്ന് അവരെ കടിക്കുന്ന സമയത്താണ് അവർ പോലും ആലോചിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടെന്നുള്ളത്. അടുത്ത ലൈൻ നോക്കുക. ദ സൺ ക്യാൻ കിസ് ദ ഫേസ് ആൻഡ് ദ ബാക്ക് ഓഫ് ഇറ്റ്സ് നെക്ക് അറ്റ് ദ സെയിം ടൈം. ഈ ഒരു വരിയിൽ പോയിറ്റിൻ്റെ ഒരു ഹോപ്പ് കാണിക്കുകയാണ്. പോയിറ്റ് പറയാണ് ഈ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മാറാൻ ഇനിയും സമയമുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറാനായിട്ട് സാധിക്കും. ഐ കോൾ ഇറ്റ് എ പ്ലേസ് ടു ലിവ്. വീണ്ടും പോയിറ്റിൻ്റെ നിരാശ ഇവിടെ കാണിക്കുകയാണ്. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ഇതാണ് തൻ്റെ വീട്, അല്ലെങ്കിൽ ഇതാണ് തൻ്റെ രാജ്യം, ഇതാണ് ഞാൻ ജീവിക്കുന്ന സ്ഥലം. കാരണം എന്താണ്, മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയാണ്. ഐ കോൾ ഇറ്റ് എ പ്ലേസ് ടു ലിവ്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോം വരുന്നത്. ഇനി നമ്മൾ പോയറ്റിക് സ്റ്റൈല് പറയുകയാണെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് റൈം സ്കീം ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പോം വെൽ. താങ്ക് യു.